അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റവ കേസരി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. സ്കൂളൊക്കെ തുറന്നാൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാനൊക്കെ നല്ലതാണിത്. ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് റവ, 1/2 കപ്പ് പശു നെയ്യ്, 1 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കായ പൗഡർ, കുറച്ച് ഫുഡ് കളർ വേണം. യെല്ലോ കളർ ആട്ടോ വേണ്ടത്. റവ എടുത്ത സെയിം കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം, കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി വേണം. ആദ്യം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. 1 സ്പൂണ് ഗീ ഒഴിക്കുക. റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. റവ ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വറക്കുക. എന്നാൽ കരിഞ്ഞു പോവാനും പാടില്ല. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് കേസരി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ 3 കപ്പ് വെള്ളം ഒഴിക്കുക. റവ എടുത്ത സെയിം കപ്പിൽ തന്നെ വെള്ളം മെഷർ ചെയ്ത് എടുക്കണം കേട്ടോ. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത റവ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റവ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് ടൈറ്റായിട്ട് വരും. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ തെറിച്ചിട്ട് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ റവയിലുള്ള വെള്ളമൊക്കെ പോയിട്ട് കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇതുണ്ടാക്കാൻ. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 2 സ്പൂണ് ഗീ ഇട്ട് കൊടുക്കുക. റവ കേസരിയിൽ നന്നായിട്ട് പശു നെയ്യ് വേണം. എന്നാലേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയമൊന്നും ഇളക്കി കൊടുക്കണ്ട. 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താലും മതിയാവും. ഏലക്കായ പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കണം. നെക്സ്റ്റ് ഒരു പാന് ചൂടാക്കി എടുക്കുക. കുറച്ച് ഗീ ഒഴിക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ ഇത് കേസരീൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചൂടോട് കൂടി തന്നെ ബൗളിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് പ്ലേറ്റിൽ കമിഴ്ത്തുമ്പോൾ ക്രാക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലിട്ട് ലെവൽ ചെയ്തിട്ട് തണുക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി നോക്കാം. ചൂടോട് കൂടി തന്നെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ബൗളിൽ നിന്ന് വിട്ടുവരും. ഇനി വന്നില്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് സൈഡിലൊക്കെ ഒന്ന് വിടുവിച്ചിട്ട് കമിഴ്ത്തിയാൽ പെട്ടെന്ന് തന്നെ ഇളകി വരും.
കണ്ടില്ലേ, ക്രാക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.